ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ JB ക്രിയേഷൻ ആർട്സ് ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. ഞാൻ ഒരു 2-3 പ്ലാന്റ്സ് നമ്മൾ ഒരു സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. മിച്ചൂസ് ഗാർഡൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിയിരിക്കുന്നത്. അത് ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്നും സെല്ലറിനെ പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽസൊക്കെ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മിച്ചൂസ് ഗാർഡൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴിയാണ് നമ്മൾ ഈ പ്ലാന്റ് ഒക്കെ ഓർഡർ ചെയ്തിരിക്കുന്നത്. DTDC കൊറിയർ സർവീസ് വഴിയാണ് ഇവർ പ്ലാന്റ്സ് ഒക്കെ അയച്ചു തന്നിരിക്കുന്നത്. നല്ലൊരു പാക്കിംഗ് ആണ്. നിങ്ങൾക്ക് ഈ കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ ഇതുവരെയും അൺബോക്സ് ചെയ്തതിൽ ഏറ്റവും നല്ല പാക്കിംഗ് എന്ന് തന്നെ പറയാം. നല്ല രീതിയിലാണ് ഇവർ പാക്ക് ചെയ്തിരിക്കുന്നത്. പ്ലാന്റ്സിനൊന്നും ഒരു കേട് വരാൻ സാധ്യതയില്ല. ഈ ഒരു സെല്ലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു സെല്ലറാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിപ്ലൈയും വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഇടപെടലാണ്. ചിലരൊക്കെ നമ്മളിപ്പോൾ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരാൻ തന്നെ ഒരുപാട് താമസിക്കും. അത് റിപ്ലൈ തന്ന് നമ്മളിപ്പം ഏത് പ്ലാൻസ് ഒക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന് റിപ്ലൈ തരാൻ പിന്നെയും താമസം എടുക്കും. അതുപോലെ തന്നെ നമ്മളിപ്പം വേണമെങ്കിൽ പ്ലാൻസ് മേടിച്ചാൽ മതി എന്നുള്ളൊരു രീതിയാണ് അവർക്ക്. നമുക്ക് ഈ റിപ്ലൈ തരാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുമാതിരി തോന്നും. ചിലർ ആണെങ്കിൽ ഒരു 2-3-4 ദിവസം കഴിഞ്ഞിട്ട് റിപ്ലൈ തരത്തുള്ളൂ. ചിലർ റിപ്ലൈ ഒന്നും തരാതെ നമ്മുടെ ഗ്രൂപ്പിൽ അങ്ങ് ആഡ് ചെയ്യും. എന്നാൽ നമ്മൾ ചോദിച്ച പ്ലാൻസ് ഉണ്ടോ എന്ന് പോലും അവരാരും പറയത്തില്ല. ഈ ഇത്തയാണെങ്കിൽ നല്ലൊരു രീതിയിലാണ് നമ്മളോട് ഇടപെടുന്നത്. നമുക്ക് ഏത് പ്ലാൻസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമയോട് തന്നെ അത് ഏതൊക്കെ പ്ലാൻസ് ആണെന്നും ഫോട്ടോസ് സഹിതം നമ്മളിപ്പോൾ ഇങ്ങോട്ട് അയച്ചു തരുന്നതിന് മുന്നേ നമ്മുടെ ഏതൊക്കെ പ്ലാൻസ് ആണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോ വരെ നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരും. ഇനി നമുക്ക് നമ്മൾ വാങ്ങിയ ഓരോ പ്ലാന്റ്സുകളും കാണാം. ഞാൻ ഒരു 3 പ്ലാന്റ്സ് ആണ് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. ഇത് ഹോയയുടെ ഒരു വെറൈറ്റിയാണ്. ഹോയ കെൻറ്റിയാന എന്ന് പറയും. ഒരു വെരിഗേറ്റഡ് ഹോയയാണ്. വളരെ ഭംഗിയുള്ള ഫ്ലവേഴ്സുള്ള നല്ലൊരു പ്ലാന്റാണിത്. ഇത് മാർക്കറ്റിൽ ഇതിൻ്റെ റേറ്റ് നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റാണ്. എനിക്കൊരു അഫോർഡബിൾ റേറ്റിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണെങ്കിൽ നല്ലൊരു ബുഷി പോട്ടിലുള്ള പ്ലാന്റ് ആണ്. നമുക്ക് ഇപ്പോൾ പോട്ടോട് കൂടി അയക്കാൻ പറ്റത്തില്ലല്ലോ. പോട്ടോട് കൂടി അയച്ചു കഴിഞ്ഞാൽ നല്ലൊരു കൊറിയർ ചാർജ് വരും. അതുകൊണ്ടാണ് പോട്ടോട് കൂടി അയക്കാഞ്ഞത്. ഇതും ഒരു ഹോയ വെറൈറ്റിയാണ്. ഹോയ ഹെസ്ക്ലാന എന്ന് പറയും. ഇത് നല്ലൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഫ്ലവറും ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നതായിരിക്കും. ഇത് ബുഷി പോട്ട് പ്ലാന്റ് അല്ല കേട്ടോ. ഇതൊരു മീഡിയം സൈസ് പോട്ടിലുള്ള ഒരു പ്ലാന്റ് ആണ്. അടുത്ത് ഞാൻ വാങ്ങിയിരിക്കുന്ന പ്ലാന്റ് ആന്തൂറിയം ക്രിസ്റ്റാലിനിയം മിനിയേച്ചർ പ്ലാന്റ് ആണ്. ഇവിടെ എൻ്റെ കയ്യിൽ മാഗ്നിഫിക്കത്തിൻ്റെ വെറൈറ്റി മാത്രമേ ഉള്ളൂ. ക്രിസ്റ്റാലിനിയം ഇല്ലായിരുന്നു. ഇത് ക്രിസ്റ്റാലിനിയത്തിൻ്റെ മിനിയേച്ചർ പ്ലാന്റ് ആണ്. എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്കിതിൻ്റെ എല്ലാം ഫോട്ടോ ഈ അയക്കുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ എല്ലാം ഫോട്ടോ അയച്ചു തന്നായിരുന്നു. എല്ലാ പ്ലാന്റ്സും നല്ല രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ പ്ലാന്റ്സുകളൊക്കെ അയക്കുന്നതിന് മുന്നേ ഇതിൻ്റെ വീഡിയോസ് സഹിതം നമുക്ക് ഏതൊക്കെ പ്ലാന്റാണ് അയക്കുന്നത് അതിൻ്റെ വീഡിയോസ് സഹിതം നമുക്ക് അയച്ചു തരും. ഈ വീഡിയോ കാണിക്കുന്ന പ്ലാന്റ്സുകൾ തന്നെ ആയിരിക്കും ഇവർ അയക്കുന്നതും. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇവരുടെ നമ്പർ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീഡിയോയിലും ഞാൻ കൊടുത്തിരിക്കുന്നതായിരിക്കും. നമ്മൾ വാങ്ങിയ പ്ലാന്റ്സുകളൊക്കെ നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് ക്രിസ്റ്റാലിനിയം മിനിയേച്ചറിൻ്റെ ഈ ഒരു പ്ലാന്റിന് നമുക്ക് 350 രൂപയാണ്. ഇത് 350. ഇതുപോലുള്ള പ്ലാന്റ്സ് മാത്രമല്ല, എല്ലാ ടൈപ്പ് പ്ലാന്റ്സും ഇവരുടെ അവൈലബിൾ ആണ്. കൂടുതലായിട്ട് അഗ്ലോണിമാസ് ആണ്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഹോയ വെറൈറ്റിയിലെ ഹോയ കെൻറ്റിയാനയാണ്. ഹോയ കെൻറ്റിയാനയ്ക്ക് 600 ആണ് ആയത്, 600 രൂപ. ഇത് ഹോയ ഹെസ്ക്ലാനയാണ്. ഇതിന് 200 രൂപയാണ് ആയത്, 200. ഇനി ഞാൻ നിങ്ങളെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഹോയ വെറൈറ്റീസിനെ കാണിക്കാം. ഇത് ഹോയ ഹിന്ദു റോപ്പ്, ഹോയ ക്രിംസൺ ബ്രൂന്, അതുപോലെ തന്നെ ഹോയ പാരസെറ്റിക്ക, അതുപോലെ തന്നെ ഹോയ ചെലീസിയ, ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളാണ് എൻ്റെ കയ്യിലുള്ളത്. ഹോയ ക്രിംസൺ ക്യൂവിൻ്റെ തന്നെ വെരിഗേറ്റഡ് അല്ലാത്ത പ്ലാന്റുകളും എൻ്റെ കയ്യിലുണ്ട്. ഇത് വെരിഗേറ്റഡ് പ്ലാന്റിൻ്റെ പൂവാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതുപോലെ മൊട്ടായിട്ട് വന്നിട്ട് പിന്നെ അത് വിരിയാനൊക്കെ കുറച്ച് സമയമെടുക്കും. അതിന് ശേഷമാണ് ഇങ്ങനെ വിരിയുന്നത്. ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച പോലും നിൽക്കത്തില്ല പ്ലാന്റ്. ഈ പൂ അതിന് മുമ്പ് അങ്ങ് പൊഴിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ പൂക്കൾ എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള പൂക്കളാണ്. ഹോയ പ്ലാന്റ്സിനെ വാക്സ് പ്ലാന്റ് എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവയുടെ ഫ്ലവറും. നല്ല വാക്സ് ഫിനിഷുള്ള ഫ്ലവേഴ്സാണ് ഇവയ്ക്ക്. വളരെ ഭംഗിയാണ് കാണാൻ. ഈ ഫ്ലവേഴ്സിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് മാർക്കറ്റിലുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ലീവ്സുള്ള പ്ലാന്റ്സുകളും ഉണ്ട്.
സാധാരണ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് നാൾ മാത്രമേ ഫ്ലവറിങ് പ്ലാന്റ്സ് നിൽക്കത്തുള്ളൂ. പക്ഷേ ഈ ഹോയ വെറൈറ്റി ആണെങ്കിൽ വളരെ കാലം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ് ആണ് ഹോയ പ്ലാന്റ്സ്. ഒരുപാട് വർഷങ്ങൾ ഈ പ്ലാന്റ്സുകൾ ഇതുപോലെ തന്നെ നിൽക്കും. ഒരു വെട്ടം പൂ വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അടുത്ത ഒരുപാട് പൂക്കൾ ഒരുമിച്ച് വരും. ഇപ്പോൾ എനിക്ക് വാങ്ങിയ പ്ലാന്റ്സ് എല്ലാം കൂടെ കൂട്ടി എനിക്കിപ്പോൾ ഒരു 8 പ്ലാന്റ്സ് എനിക്ക് ഹോയ വെറൈറ്റീസ് ഉണ്ട്. അതിൽ ഹോയ ചെലീസയിലും അതുപോലെ തന്നെ ഹിന്ദു റോപ്പിലും ഇതുവരെ ഫ്ലവറൊന്നും ആയിട്ടില്ല. ഒരു 8 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവറൊക്കെ കിട്ടും. ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു വർഷം അതിൽ കൂടുതലാവും. എനിക്കിപ്പോൾ ഒരു വർഷമായിട്ടും ഈ 2 പ്ലാന്റ്സിൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഈ ഹോയ പ്ലാന്റ്സിൻ്റെ ഫ്ലവർ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണിപ്പം നമുക്ക് ആദ്യം തോന്നുന്നത് ഇതൊരു പ്ലാസ്റ്റിക് ഫ്ലവർ ആണെന്നാണ്. ഞാൻ സ്റ്റാറ്റസായിട്ട് എനിക്ക് ആദ്യമായിട്ട് ഹോയയുടെ പൂക്കളൊക്കെ വിരിഞ്ഞപ്പോൾ ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചു ഇത് പ്ലാസ്റ്റിക് പൂക്കളാണോ എന്ന്. അത്രയ്ക്ക് ഭംഗിയാണ് ഇവയെ കാണാനായിട്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.